അങ്ങനെ ഒരു 2-3 ദിവസത്തെ മാറി നിൽക്കലിൽ നിന്ന് നമ്മൾ വീണ്ടും നമ്മുടെ വീട്ടിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ വന്നപ്പോൾ അടിമുടി മാറ്റങ്ങളായിരുന്നു. മുറ്റത്ത് കെട്ടിയിട്ടുള്ള താർപ്പായൊക്കെ വലിച്ചൂരിയിട്ടുണ്ട്. ഓടിൻ്റെ മേലെ കുറച്ച് ഷീറ്റ് ഇട്ടിട്ടുണ്ട്. കാരണം വേറെ ഒന്നുമല്ല, വേനൽ മഴയാണ്. നല്ല അടിപൊളി മഴയാണ് മക്കളെ ഇങ്ങോട്ടേക്ക്. വൈകുന്നേരം ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര മഴയാണ് രാത്രിയൊക്കെ. പിന്നെ അതേപോലെ പകലാണെങ്കിൽ നല്ല ചൂടുമാണ്. നമ്മുടെ മുറ്റത്ത് തക്കാളിയൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഞാൻ വന്നപ്പോൾ കുറേ കാഴ്ചകൾ കണ്ടതിൽ ഒന്നാണ് ഈ തക്കാളി ഉണ്ടായത്. അപ്പോൾ നമുക്കിന്ന് ചായ കൂട്ടാൻ വേണ്ടിയിട്ട് ഉപ്പുമാവാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഉപ്പുമാവിൻ്റെ കൂടെ നമുക്ക് കൂട്ടാൻ വേണ്ടിയിട്ട് വെറൈറ്റി ആയിട്ട് ഇരുന്നോട്ടെ എന്നോർത്തിട്ട് സോയാബീനാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ അത് മാത്രമല്ല, അമ്മ ഇന്നലെ വീട്ടിൽ പോയി വന്ന സമയത്തെ ഇതേപോലെ ചെറിയൊരു കഷ്ണം ചക്ക കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അമ്മയുടെ ഇന്ന് ചക്ക നന്നാക്കുന്നുണ്ട്. നമ്മളിപ്പുറത്തോടെ ഇരുന്നിട്ട് ചക്ക എടുത്ത് കഴിക്കുന്നുമുണ്ട് കേട്ടോ. ഞാനും മോനും ചക്കേൻ്റെ ഒന്നാമത്തെ ആളാണ്. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് പിന്നെ പച്ച ചക്കയാണ്, പഴുത്തതൊന്നുമല്ല. എന്നാലും ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല രസമാണ്. ചക്ക നമുക്ക് പല വിധത്തിൽ ഉണ്ടാക്കാം അല്ലേ. പുഴുക്കായിട്ട് വെക്കാം, അല്ലാതെ വെറുതെ കഴിക്കാം. പഴുത്തയൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടി നന്നായിട്ട് ആസ്വദിച്ച് കഴിക്കാൻ വേണ്ടി പറ്റും. എനിക്ക് തേൻ വരിക്ക എന്ന് പറയില്ല, അത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതിൻ്റെ ചക്കേൻ്റെ ആ ഒരു ചുളയില്ലേ, അതൊക്കെ നല്ല വലിപ്പം ഉണ്ടാകും. നമുക്ക് കഴിക്കാൻ അതിൻ്റെ ചവണി വരെ നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. ഞാനീ പൊളിച്ചെടുക്കുന്നില്ല, അതിന് ഞങ്ങളിവിടേക്ക് ചവണി എന്നാണ് പറയുക. നിങ്ങളുടെ നാട്ടിലേക്ക് എന്താ പറയുക എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞങ്ങളുടെ നാട്ടിലേക്ക് ഇങ്ങനെയാണ് പറയുക. ഈ ചവണി വെച്ചിട്ട് നമുക്ക് ഉപ്പേരിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ ഏതായാലും ചക്ക കഴിക്കുകയാണ്. എൻ്റെ അടുത്തിരുന്ന് വേറൊരാളും കൂടി ചക്ക കഴിക്കുന്നുണ്ട്. ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞാൻ എന്താണ് ഈ പിറുപിറുക്കുന്നതെന്നല്ലേ. വേറെ ഒന്നുമല്ല, ഞാൻ പാട്ട് പാടുകയാണ് കേട്ടോ ബാക്ക്ഗ്രൗണ്ടിൽ. അപ്പോൾ ഇത് അപ്പുറത്ത് ആദിമോനും ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടി ചക്ക കഴിക്കുകയാണ്. ഞങ്ങളുടെ നാട്ടിലേക്ക്, അതായത് കോഴിക്കോടേക്ക് ഒരു 10-10:30-11 മണിയാകുന്ന സമയത്ത് ഒരു ചായ കുടിക്കുന്ന പരിപാടി ഉണ്ട് കേട്ടോ. ഒരു കട്ടൻ അടിക്കുക എന്ന് പറയും. അത് എല്ലാ നാട്ടിലേക്കും ഉണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷെ ഞങ്ങളുടെ നാട്ടിലേക്ക് ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്കൊരു 10-11 മണിയാകുന്ന സമയത്ത് ഒരു ചായ ഉണ്ട്. ആ ചായൻ്റെ സമയമാകുമ്പോഴത്തേക്ക് ഈ ചക്ക നമുക്ക് എന്തെങ്കിലും ഒന്ന് ആക്കിയെടുക്കാം, അങ്ങനെയാണ് വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ അത് അവിടെ ചക്ക പുഴുങ്ങണുണ്ട് കേട്ടോ. പുഴുങ്ങാന്ന് പറയുമ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് പുഴുങ്ങിയെടുക്കുകയാണ്. എരിവൊന്നും ഇടണില്ല കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് വെന്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കും കേട്ടോ. ഇതിങ്ങനെ കഴിക്കാൻ നല്ല രസമാണ് കേട്ടോ. ഉപ്പ് മാത്രമേ ഇടുള്ളൂ, കുറച്ച് വെളിച്ചെണ്ണേൻ്റെ ആ ഒരു ടേസ്റ്റും ഉണ്ടാകും. അപ്പോൾ ഇതാണ് നമ്മൾ 10-11 മണീൻ്റെ ആ ചായക്ക് കൂട്ടാൻ വേണ്ടിയിട്ട് പോകുന്നത്. എനിക്കിഷ്ടം എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നല്ല ടേസ്റ്റാണ്. എന്നാലും എനിക്ക് കുറച്ചുകൂടി ഇഷ്ടമുള്ളത് വെളിച്ചെണ്ണ ഒഴിക്കുക, അതിലേക്ക് കുറച്ച് കറിവേപ്പില, കുറച്ച് കടുകിട്ട് പൊട്ടിച്ചിട്ട് എന്താ പറയുക, കുറച്ച് വറ്റൽ മുളകും കൂടി ഇട്ടിട്ട് അതിലേക്ക് ചക്ക ഇട്ടിട്ട് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നമ്മൾ വേവിച്ചെടുക്കൂലേ, അത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എങ്ങനെ വേണമെങ്കിലും കഴിച്ചിട്ടുണ്ടെങ്കിൽ അടിപൊളി ടേസ്റ്റാണല്ലോ ചക്ക. പിന്നെ അത് മാത്രമല്ല, കെമിക്കൽ ഫ്രീ ആയിട്ടുള്ളൊരു സാധനമാണല്ലോ ചക്ക, മാങ്ങ, ചാമ്പക്ക, പേരക്ക എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഐറ്റംസൊക്കെ കിട്ടുകയാണെങ്കിൽ പരമാവധി കഴിക്കാൻ വേണ്ടിയിട്ട് നോക്കുക കേട്ടോ. നമുക്ക് നമ്മുടെ വീട്ടിലുള്ള എന്താ പറയുക, കെമിക്കൽ ഫ്രീ ആയിട്ടുള്ള സാധനങ്ങൾ കഴിക്കുക എന്ന് പറയുന്നതാണല്ലോ എന്തുകൊണ്ടും നമ്മുടെ സ്കിന്നിനാണെങ്കിലും ബോഡിക്കാണെങ്കിലും ഒരുപാട് ഗുണങ്ങൾ കിട്ടുന്നത്. അങ്ങനെ. അപ്പോൾ എന്തായാലും ഇങ്ങനത്തെ ഐറ്റംസൊക്കെ കിട്ടുകയാണെങ്കിൽ കഴിക്കൂല, ഇഷ്ടമല്ല എന്ന് പറഞ്ഞ് നിർത്തണ്ട, എല്ലാവരും കഴിച്ചോളൂ കേട്ടോ. അപ്പോൾ നമ്മൾ എന്തായാലും ചായ കുടിക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. ആദ്യമോൻ എൻ്റെ അടുത്തിരിക്കും. ഞാൻ നിലത്തിരുന്നിട്ടാണ് ഇപ്പോൾ ചായ കുടിക്കുന്നത്. അമ്മയും അച്ഛനും അപ്പുറത്തും ഇപ്പുറത്ത് ഇരിക്കുന്നുണ്ട്. ഇന്നത്തെ ദിവസം ഭയങ്കര ടാസ്ക് ഫുള്ളാണ്. ഇത് ഒരു ദിവസത്തെ വീഡിയോ അല്ല കേട്ടോ, ഞാൻ ആദ്യമേ പറയാണ്. ഇതൊരു ദിവസത്തെ വീഡിയോ അല്ല, 2 ദിവസത്തെ വീഡിയോ ഞാൻ ബ്ലെൻഡ് ചെയ്തിട്ട് ഒറ്റ ദിവസം ആക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. ചടപടി എന്ന് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ ഇന്നത്തെ പണിയൊക്കെ തീർക്കുന്നുണ്ട്. കാരണം വേറെ ഒന്നുമില്ല, നമുക്കൊരു സ്ഥലം വരെ പോകാനുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ എന്തായാലും വിശദമായിട്ട് എന്തൊക്കെയാണ് ഉണ്ടാകുന്നതെന്നല്ല കാണിക്കുന്നില്ല. നമുക്ക് പച്ചക്കറി തന്നെയാണ്, കാരണം നോൽമ്പാണ്. അല്ലെങ്കിൽ പൊതുവേ നമ്മൾ പച്ചക്കറി തന്നെയാണ് വെക്കാറുള്ളത്. ഞാൻ കറീൻ്റെ കാര്യങ്ങളൊക്കെ റെഡിയാക്കി സെറ്റാക്കുമ്പോഴേക്കും അച്ഛൻ പീടികയിൽ പോയിട്ട് സാധനങ്ങൾ വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ രാവിലെ വെച്ചിട്ടുള്ള സോയാബീൻ, അതേപോലെ ഉപ്പേരി, ചമ്മന്തി, ഇങ്ങനത്തെ ഐറ്റംസൊക്കെയാണ് നമുക്കിന്ന് ഉച്ചയ്ക്ക് ചോറിന് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ഏതായാലും ചോറ് കഴിക്കാം. ചോറ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ദേ വന്നിരിക്കുന്ന ഒരുവൻ. ഇതെന്താണ്? അയ്യോ അയ്യോ ഓടി ഓടി അയ്യോ. ഇത് ആദിമോൻ്റെ ഫ്രണ്ടാണ്, ഞങ്ങളുടെ നെയ്ബറാണ്. അത് മാത്രമല്ല സ്കൂൾ മേറ്റും കൂടെ ആണ് കേട്ടോ. ഒരുമിച്ചാണ് വണ്ടിയിലൊക്കെ പോവാ. സോപ്പ് Oh my god, shampoo. Soap. എന്താ പേസ്റ്റ്
അച്ചാറോ? കാരക്കടാ. കാരക്ക കാരക്ക. ആ അതന്നെ. ഉപ്പച്ചി ഗൾഫിൽ നിന്ന് വന്നതല്ല കേട്ടോ. കാർഗോ വഴി നമ്മൾ നാട്ടിലേക്ക് സാധനങ്ങൾ കൊടുത്തയക്കൂലേ, അങ്ങനെ കൊടുത്തയച്ചതാണ്. അതിൽ നമുക്ക് കൊണ്ടുവന്ന സാധനങ്ങൾ ഇതൊക്കെയാണ് കേട്ടോ. അപ്പോൾ നമുക്കിനി ഒരു സ്ഥലം വരെ പോവാം. നമ്മളിന്ന് പാറുവിനെയും മീനൂട്ടിനെയും കാണാൻ പോവാണേ. ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മളിന്ന് വീണ്ടും ഒരു സ്ഥലം വരെ പോവാണ് കേട്ടോ. ഞാൻ വ്ളോഗ് എടുത്ത് പഠിക്കുകയാണ് ഗൈസ്. അപ്പോൾ നമ്മളിപ്പോൾ പോകുന്നത് എൻ്റെ ഒരു കസിൻ സിസ്റ്റർ ഉണ്ട്. അപ്പോൾ ഡെലിവറി ഒക്കെ ഏകദേശമായി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവളെ കാണാൻ വേണ്ടിയിട്ട് പോവാണ്. പിന്നെ നമുക്ക് ശ്രുതിയുടെ കുറച്ച് കല്യാണത്തിൻ്റെ കത്ത് കൊടുക്കാനുണ്ട് കേട്ടോ. ഇൻവിറ്റേഷൻ കാർഡും കൂടി കൊടുക്കാനുണ്ട്. അപ്പോൾ എല്ലാം കൂടി ആയിട്ടാണ് നമ്മളിപ്പോൾ പോകുന്നത്. ഇപ്പം ഞാനും മോനും മാത്രമേ ഉള്ളൂ. അമ്മേൻ്റെ വീട്ടിൽ പോയതാണ്. അമ്മ സ്ഥലത്തേക്ക് എത്തും. പിന്നെ ശ്രുതിൻ്റെ വല്യമ്മയും അവരും ഉണ്ട്. അവരും അങ്ങോട്ടേക്ക് എത്തും. പോകുന്നത് വേറെ അങ്ങോട്ടല്ല, ആദ്യം തന്നെ ഇപ്പോൾ പോകുന്നത് ശ്രുതിൻ്റെ മാമൻ്റെ വീട്ടിലേക്ക്, എൻ്റെയും ശ്രുതിൻ്റെയൊക്കെ മാമൻ്റെ വീട്ടിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. അപ്പം ഞാനും മോനെ ഇപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണേ. അപ്പോൾ നമുക്ക് പോവാം. അപ്പോൾ നമ്മളിതാ റോഡുമ്പിലേക്ക് ഇറങ്ങിയപ്പോൾ ഓട്ടോറിക്ഷ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പാതി വഴി വരെ, അതായത് അവരുടെ വീട്ടിലേക്കുള്ള വഴി വരെ നമുക്ക് ഓട്ടോറിക്ഷയിൽ പോയിട്ട് അവിടെ നിന്ന് നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കണം. അമ്മ ഉത്സവത്തിൻ്റെ തിരക്കിലായത് കാരണം അമ്മേൻ്റെ വീട്ടിൽ പോയിട്ടുണ്ട്. അമ്മ അവിടുന്ന് നമ്മൾ നിൽക്കണ അവിടേക്ക് ബസ്സിൽ വരികയാണ് ചെയ്യുക. അപ്പം ഞാൻ അവിടുന്ന് ബേക്കറിയിൽ നിന്ന് കുറച്ച് പലഹാരമൊക്കെ വാങ്ങിയിട്ടുണ്ട്. അപ്പോഴേക്കും അമ്മ വന്നു. അവിടുന്ന് വീണ്ടും ഒരു ഓട്ടോ വിളിച്ചിട്ട് നമ്മളിപ്പോൾ നമ്മുടെ മാമൻ്റെ വീട്ടിലേക്ക് പാറുവിനെ കാണാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. ഓൾറെഡി ഇപ്പോൾ അവിടെ ശ്രുതിൻ്റെ വല്യമ്മയും വന്നിട്ടുണ്ട്. നമുക്ക് കല്യാണ കത്ത് കൊടുക്കാനും കൂടി ഉണ്ടായിരുന്നു കുറച്ച് വീട്ടിൽ. അപ്പോൾ എല്ലാവർക്കും കൂടി പോവുകയും ചെയ്യാം, പാറൂട്ടിനെ കാണുകയും ചെയ്യാം. അങ്ങനെ ഒരുപാട് പ്ലാനിങ്ങിലാണ് നമ്മൾ അവിടെ എത്തിയിട്ടുള്ളത് കേട്ടോ. നമ്മളിപ്പോൾ അവളെ വീട്ടിലേക്ക് നടന്നു പോവുകയാണേ. ശ്രുതിയും വല്യമ്മയും ചോറ് കഴിക്കുമായിരുന്നു കേട്ടോ. പാറുവിന് പിന്നെ വയ്യാതെ അങ്ങനെ കിടക്കാണ്, ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവാനൊക്കെ ആയി. ഇനി നമ്മൾ പാറൂട്ടീൻ്റെ അടുത്ത് നിന്ന് മീനൂട്ടീൻ്റെ അടുത്തേക്ക് പോകാൻ കേട്ടോ, മീനൂട്ടിനെ കാണാൻ വേണ്ടിയിട്ട് സർപ്രൈസ് ആയിട്ട് പോകും. അങ്ങനെ ഞങ്ങളിപ്പോൾ കണ്ണൂരിൽ നിന്ന് ലാൻഡായിരിക്കുന്ന മീനൂട്ടിനെ കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഗൈസ്. കല്യാണം വിളിക്കാനുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാം കൂടെ ഒരുമിച്ചാണ് കേട്ടോ. ഹലോ ഗൈസ്, ഞങ്ങൾ എവിടെയാണ്? ബാക്ക്ഗ്രൗണ്ടിൽ ഒരു സംസാരം കേട്ടില്ലേ? ഞാൻ വിചാരിച്ചു നീ ഇന്ന് വന്നോന്ന്. യെസ് ഗൈസ്, മീനൂട്ടി വന്നിട്ടില്ലായിരുന്നു. ഞങ്ങൾ കത്ത് കൊടുത്തു. അങ്ങനെ ഗൈസ്, നമ്മൾ പോയത് ഫ്ലോപ്പായി പോയി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മീനൂട്ടി വന്നിട്ടില്ല. കല്യാണക്കത്ത് കൊടുത്തു നമ്മളിതാ തിരിച്ചു വരുന്നു. പിന്നെ നമ്മൾ വീണ്ടും പാറൂട്ടീൻ്റെ അടുത്ത് പോയി. എൻ്റെ ബാഗും കാര്യങ്ങളൊക്കെ അവിടെ ഇരുന്നു കേട്ടോ. പിന്നെ അവിടുന്ന് നമ്മളൊരു ഓട്ടോ, എങ്ങനെയൊക്കെയോ കുറച്ച് ദൂരം നടന്ന് നമ്മളൊരു ഓട്ടോ ഒപ്പിച്ചിട്ട് നമ്മളെ വീട്ടിലേക്ക് വരികയാണ്. അവർ രണ്ടുപേരും അവരുടെ വീട്ടിലേക്കും പോയിട്ടോ, ശ്രുതിയും വല്യമ്മയും. ഓക്കെ, അപ്പോൾ ഞാൻ വീട്ടിലെത്തിയതിന് ശേഷം ഇതേപോലെ കുറച്ച് ദിവസം മുന്നേ പപ്പായ വാങ്ങിയിട്ടുണ്ടെന്നു. കർമൂസ എന്ന് പറയും കേട്ടോ ഞങ്ങളുടെ നാട്ടിലേക്ക്. അപ്പോൾ അവനെ മുറിച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഓർത്ത് ഏതായാലും ചൂടൊക്കെ അല്ലേ, അപ്പോൾ നമുക്കിത് ഉണ്ടാക്കാമെന്ന്. അപ്പോൾ നമുക്കൊരു ജ്യൂസ് അടിക്കാം. പപ്പായ, അതേപോലെ കാരക്ക, ഇത് രണ്ടാണ് എടുത്തിട്ടുള്ളത്. കാരക്കയ്ക്ക് നല്ല മധുരമുള്ളത് കാരണം കാരക്കയിൽ മധുരമൊന്നും ഇട്ടില്ല കേട്ടോ. ഇത് നമുക്ക് അമ്മീന് കൊണ്ട് തന്നിട്ടുള്ള കാരക്കയാണ്. അതിലേക്ക് ഇതേപോലെ കുറച്ച് എന്താ പറയുക, ചിയാ സീഡില്ലേ, കസ്കസ്, അത് കുതിർത്ത് വെച്ചത് ചേർത്തിട്ട് ഒന്നും ചെയ്യാനില്ല, ഈ ജ്യൂസ് അങ്ങോട്ട് ഒഴിച്ചിട്ട് അങ്ങോട്ട് കഴിക്കുക, അത്ര തന്നെ. ഓക്കെ, ഇതേപോലെ ഒന്നാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ലതാണ്. ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ നമ്മൾ ഇങ്ങനെയൊക്കെ കഴിക്കുന്നത് നല്ലതാണ്. ഓക്കെ, ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മധുരം ഒന്നും ഇട്ടില്ല കേട്ടോ. കാരക്കയ്ക്ക് നല്ല മധുരം ഉണ്ടായിരുന്നു. നല്ല മധുരം എന്ന് പറഞ്ഞാൽ ഭയങ്കര മധുരമായിരുന്നു. 1-2 ഒക്കെ ഇട്ട് കൊടുത്താൽ മാത്രം മതിയായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളിത് ഉണ്ടാക്കിയിട്ട് കഴിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഡേ 1 എന്ന് പറയുന്നത്. ഇനി നിങ്ങൾ കാണാൻ വേണ്ടിയിട്ട് പോകുന്നത് ഡേ 2 കുറച്ച് പ്രഹസനങ്ങളാണ്. ഇന്നത്തെ ദിവസം നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവരുടെ സ്നേഹപ്രകടനത്തിലൂടെ, അസൂയയിലൂടെ ആവാം. അസൂയ ഇതിനാണ് പറയുന്നത് അസൂയ എന്ന്. കണ്ടോ ഓണത്തൊടാൻ പാടില്ല. ഓണത്തൊടുമ്പോഴേക്കും ഇവൻ വന്നിങ്ങോട്ട് അലമ്പാക്കുന്ന കൈ വെച്ച്. ഇന്നെ തൊട്ടാൽ മതി, ഓണത്തൊടണ്ടാണ്. എന്താ എനിക്കെന്താ അസൂയടാ? മാറി ഇങ്ങോട്ട് പോ, ഓണത്തൊടട്ടെ. മാറടാ, നോക്കിയമ്മ, മാറും പോ, ഞാൻ ഓണത്തൊടട്ടെ. ശുണ്ടരി
എൻ്റെ മക്കളെവിടെ? ഇത് നോക്ക്, എൻ്റെ ഭഗവാൻ, ഇത് നോക്കി. ഇങ്ങനെയുണ്ടോ മനുഷ്യൻ? ഇങ്ങനെയുണ്ടോ അസൂയ? എടോ ഞാൻ ഓളൊന്ന് കളിപ്പിക്കട്ടടോ, ഒന്നും ഇങ്ങോട്ട് നിൽക്കടാ. ഇല്ല, ഇത് നോക്കി ഓളെ മേലിൽ കൂടെ കയറിക്കുന്നതാ തൊടാണ്ടൊക്കെ. ഇതെന്ത് പൂച്ചക്കുട്ടി? അടി മാറടങ്ങോട്ട്. ഞാൻ ഓളെ തൊട്ടോട്ടെ, എനിക്ക് എന്താണ് തൊടണ്ടാന്ന്. അമ്പോ ദൂക്കി ദൂക്കി ഇങ്ങോട്ട് നോക്കി. ഓളെ തൊടണ്ടാന്ന്. ഇങ്ങനെ ആയാൽ എങ്ങനെയാ? ഞാൻ ഓളെ തോട്ടു ഇനി ഓളെ തൊടും. സുന്ദരി സുന്ദരി സുന്ദരി. നിനക്ക് എന്താടാ? ഇടിക്കും ഞാൻ. അവൾ പോയില്ലേ? അവൾ പോയി. ഇനി അവിടെ കിടന്നോ. ഇവർക്ക് ഭക്ഷണം കൊടുക്കുന്ന ഒരു പാത്രം ഉണ്ട് കേട്ടോ. പക്ഷേ പാത്രത്തിലൊന്നും വെക്കാനുള്ള സമയം അവർക്ക് ഇല്ലാത്തത് കൊണ്ട് ഞാനൊരു കവറിൽ വെച്ച് കൊടുത്താണ്. അപ്പോൾ നമുക്ക് ഇന്ന് എന്താ ചായക്കെന്നുള്ള മനസ്സിലായില്ലേ? ഗോതമ്പത്തിൻ്റെ പുട്ടുണ്ട്, അതേപോലെ തന്നെ പച്ചരീൻ്റെ പുട്ടുണ്ട് കേട്ടോ, അരിപ്പൊടിയുടെ പുട്ടുണ്ട്. കറി ചെറുപയർ കറിയാണ്. പിന്നെ ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചധികം ടാസ്ക് ഫുള്ളാണ് കേട്ടോ. കാരണം ഉത്സവമായി, നാളെ ഉത്സവമാണ്, അതിൻ്റെ കുറച്ച് തിരക്കിലാണ്. അപ്പോൾ നമുക്ക് കുറേ സാധനങ്ങൾ വാങ്ങിക്കാനും കുറേ കാര്യങ്ങൾ സെറ്റാക്കാനും ഓട്ടത്തിലാണ്. അപ്പോൾ അത് കാരണം ചെറിയൊരു പച്ചക്കറിയും അതേപോലെ ചക്കേൻ്റെ ചവണയില്ലേ അത് വെച്ചിട്ടൊരു ഉപ്പേരി, കുറച്ച് സോയാബീൻ, ഇതാണ് നമ്മളിന്ന് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഞാനിപ്പോൾ ഡാൻസ് പ്രാക്ടീസിന് പോവുകയാണ് കേട്ടോ. അതായത് ഇപ്പോൾ കല്യാണത്തിൻ്റെ തിരക്കൊക്കെ ആയതുകൊണ്ട് എപ്പോഴും പോകാൻ വേണ്ടിയിട്ട് പറ്റാറില്ല. അപ്പോൾ ഉള്ള സമയത്ത്, ഞാൻ വീട്ടിലുള്ള സമയത്ത് ഇപ്പോൾ ഡാൻസിൻ്റെ പ്രാക്ടീസിന് ഞാൻ പോവലുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ ഡാൻസിൻ്റെ പ്രാക്ടീസിന് പോകാൻ വേണ്ടിയിട്ട് പോവാണ്. ഇനിയിപ്പോൾ കുറച്ച് ദിവസം അങ്ങോട്ടേക്ക് പറ്റലുണ്ടാവില്ല. അപ്പോൾ കഴിയുന്ന സമയത്തൊക്കെ പോവാന്നുള്ളത് മാത്രമാണ് ലക്ഷ്യം. ഓക്കെ, അപ്പോൾ ഞാൻ എന്തായാലും ഇപ്പോൾ പോട്ടെ കേട്ടോ. നല്ല വെയിലാണ്, സമയം 3:30 ആവുന്നേ ഉള്ളൂ. അങ്ങനെ ഡാൻസ് പ്രാക്ടീസൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിതാ ഒരു സ്ഥലം വരെ പോവാണ്. ഒരു സ്ഥലം എന്ന് പറയുന്നില്ല, അമ്മേൻ്റെ വീട്ടിലേക്ക് തന്നെയാണ് പോകുന്നത്. അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ അമ്മേൻ്റെ വീട് ശ്രുതിൻ്റെ വീട്, ഈ രണ്ട് വീട്ടിലേക്കല്ലാതെ ഇവളെ എങ്ങോട്ടും പോകുന്നില്ലല്ലോ എന്ന്. യെസ്, ഞാൻ ആ 2 സ്ഥലങ്ങളിലേക്കാണ് ഏറ്റവും കൂടുതൽ യാത്ര ചെയ്യാറുള്ളത് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ പോവാണ്. നമുക്ക് കടയിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട്. അമ്മേൻ്റെ വീട്ടിലെ കാവിൽ ഉത്സവം ആവാറായി. അപ്പോൾ കൊടിയേറ്റത്തിൻ്റെ മുൻപായിട്ട് പൂജ ഉണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കടയിൽ പോയതാണ്. അവിടുന്ന് ഒരു ഓട്ടോ ഒക്കെ കിട്ടിയിട്ട് നമ്മളിപ്പോൾ ഇതാ അമ്മേൻ്റെ വീട്ടിൽ കാവിലെത്തിയിട്ടുണ്ട്. ശ്രുതീൻ്റെ കല്യാണമൊക്കെ ആയില്ലേ, വലിയമ്മമാർ രണ്ടാളും അവളെ കാണണമെന്നും കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവളതാ കാണാണ് കേട്ടോ. അവൾ വന്നിട്ടുണ്ടായിരുന്നു എണ്ണ എത്തിക്കാൻ വേണ്ടിയിട്ട്. അമ്പലത്തിലിപ്പോൾ ഉത്സവത്തിൻ്റെ തിരക്കൊക്കെ ആണല്ലോ. അപ്പോൾ നമ്മൾ ഉത്സവത്തിൻ്റെ ആ തിരക്കിൽ പണിക്കാരൊക്കെ ഉണ്ട് ഒരുപാട്. എന്താ പറയുക, അമ്പലം പെയിൻ്റ് അടിക്കുക, അങ്ങനത്തെ കുറേ പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. കൊടിയേറ്റമൊക്കെ ആവാനായതുകൊണ്ട് വൃത്തിയാക്കിയിരുന്ന പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ പണിക്കാരുള്ളത് കാരണം നമ്മുടെ വീട്ടിൽ നിന്നാണ് കേട്ടോ ഫുഡും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇന്ന് അവിടെ ചക്കപ്പുഴുക്കായിരുന്നു. അങ്ങനെ നമ്മൾ അവിടുന്ന് ചക്കപ്പുഴുക്കും കൂടി കഴിച്ചു കേട്ടോ. ഇത് ഒരുപാട് പണിക്കാരുണ്ടാവാറുണ്ട് വീട്ടിൽ. ഉത്സവം അടുപ്പിച്ച് പിന്നെ ഒരുപാട് ആൾക്കാരുണ്ടാകും. അപ്പോൾ നമ്മൾ അവിടുന്ന് ചക്കപ്പുഴുക്കൊക്കെ കഴിച്ചിട്ട് ഇനി നമ്മളെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. ഇനി നമുക്ക് ഉത്സവത്തിൻ്റെ, കല്യാണത്തിൻ്റെ അങ്ങനെ ഒരുപാട് വീഡിയോസ് വരുന്നുണ്ട്. ഇതിനിടയിൽ കുറച്ച് ഹോസ്പിറ്റൽ കേസുകൾ കാര്യങ്ങളുണ്ട്. എല്ലാം കൂടെ നമ്മളിങ്ങനെ മൊത്തത്തിൽ തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഷോപ്പിങ്ങും കാര്യങ്ങളും ഒരു ഭാഗത്തൂടെ നടക്കണം. അങ്ങനെ എല്ലാം കൂടെ ആയിട്ട് നമ്മളിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ടാറ്റാ.